നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബ്രിട്ടനിൽ മാറ്റ് ഗോർഡൺ ആൻഡ് ഡെൽറ്റൺ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. വലതുപക്ഷ രാഷ്ട്രീയ നിരീക്ഷകനും TV അവതാരകനുമായ മാറ്റ് ഗോർഡൺ മത്സരിക്കുന്നത് റിഫോം UK സ്ഥാനാർത്ഥിയായി. ഉപതെരഞ്ഞെടുപ്പ് കെയർ സ്റ്റാമറിന്റെ ഭരണത്തിന്മേലുള്ള ഒരു റഫറണ്ടം ആയിരിക്കുമെന്നും ഗുഡിൻ. ലേബർ സർക്കാരിന്റെ നികുതി വേട്ട ജനങ്ങളിൽ ഭരണവിരുദ്ധ മനോഭാവം ശക്തമാക്കുമെന്നും റിഫോം UK സ്ഥാനാർത്ഥി ഗുഡിൻ. ഇംഗ്ലണ്ടിലെ ഡ്രൈവ് വേ നിയമങ്ങളിൽ മാറ്റം വരുന്നു. ഇലക്ട്രിക് വെഹിക്കിൾ ചാർജ് പോയിന്റുകളുമായി ബന്ധപ്പെട്ട തടസ്സം സർക്കാർ നീക്കം ചെയ്യും. ചാർജിംഗ് പോയിന്റുകൾ സ്ഥാപിക്കുന്നത് കൂടുതൽ സുഗമമാക്കും. ഇലക്ട്രിക് വാഹന ഉടമകൾക്ക് സ്വകാര്യ ചാർജിംഗ് പോയിന്റുകൾ വീട്ടിൽ സ്ഥാപിക്കാനുള്ള സംവിധാനം ഒരുങ്ങും. പുതിയ ഡ്രൈവ് വേ നിയമങ്ങളിലെ മാറ്റങ്ങൾ വാഹന ഉടമകൾക്ക് പ്രതിവർഷം 1100 പൗണ്ട് വരെ നേടാൻ സാധിക്കും. UK-യിലെ ഭക്ഷ്യവിലക്കയറ്റം സൃഷ്ടിക്കുന്നത് ഉയരുന്ന എനർജി ബില്ലുകളും ചാൻസലർ റേച്ചൽ റീവ്സിന്റെ എംപ്ലോയ്മെന്റ് നാഷണൽ ഇൻഷുറൻസും ചേർന്നാണ് റീറ്റെയിലർമാർ. രാജ്യത്ത് ഉൽപ്പന്നങ്ങളുടെ വിലകൾ ജനുവരി മാസം 1.5% വർധനവ് രേഖപ്പെടുത്തിയായ ബ്രിട്ടൻ റീറ്റെയിൽ കൺസോർഷ്യം. വിലക്കയറ്റം തിരിച്ചടിയാകുന്നത് സപ്ലൈമാർക്കും സൂപ്പർ മാർക്കറ്റുകൾക്കും. മത്സ്യം, മാംസം, പഴങ്ങൾ എന്നിവയ്ക്കാണ് വില വർധനവ് ഏറെ ബാധിച്ചത്. ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. US അയച്ച അമേരിക്കൻ കണ്ട് ഇറാൻ ഭയന്നുവെന്നും ട്രംപിന്റെ അവകാശവാദം. പശ്ചിമേഷ്യൻ US വ്യോമസേനയുടെ നേതൃത്വത്തിൽ വൻതോതിലുള്ള സൈനിക അഭ്യാസങ്ങൾ. അമേരിക്കയുടെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും ഇറാൻ. US സർക്കാർ ഏജൻസികളിലെയും സർവകലാശാലകളിലും ഉൾപ്പെട്ട പുതിയ H-1B വിസ അപേക്ഷകൾ മരവിപ്പിക്കാൻ ഉത്തരവുമായി ഗവർണർ ഗ്രേഗ് ആർബർട്ട്. വിസയിലെ പുതിയ നീക്കം അമേരിക്കൻ ജോലി ലഭ്യത ഉറപ്പുവരുത്തുവാനും വിസ പദ്ധതിയിലെ ദുരുപയോഗം തടയുവാനും. 2027 മെയ് 31 വരെ ടെക്സാസിലെ പുതിയ H-1B വിസ അപേക്ഷകൾക്കുള്ള നിയന്ത്രണം തുടരും. മഹാരാഷ്ട്ര ബരാമതിയിലെ വിമാന അപകടത്തിൽ ഉപമുഖ്യമന്ത്രി അജിത് പവാർ അടക്കം 5 പേർക്ക് ദാരുണാന്ത്യം. വിമാനം തകർന്നു വീണത് ബരാമതി വിമാനത്താവളത്തിലെ ലാൻഡിംഗ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ. അജിത് പവാറിന്റെ മരണത്തിൽ ഞെട്ടലും അനുശോചനവും രേഖപ്പെടുത്തി പ്രമുഖർ. സംഭവത്തിൽ കൃത്യമായ അന്വേഷണം വേണമെന്ന് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. പാർലമെന്റിന്റെ ബഡ്ജറ്റ് സമ്മേളനത്തിന് തുടക്കം. കേന്ദ്ര സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം. അഴിമതിരഹിത ഭരണം യാഥാർത്ഥ്യമാക്കിയ സർക്കാരെന്ന് ദ്രൗപദി മുർമു. 10 വർഷത്തിനിടെ രാജ്യത്തെ 25 കോടി ജനങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരായെന്നും 4 കോടി വീടുകൾ നിർമ്മിച്ചു നൽകിയെന്നും 12.5 കോടി ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിച്ചുവെന്നും കേന്ദ്ര സർക്കാരിന്റെ അവകാശവാദം. 3ാം ബലാത്സംഗ കേസിൽ 2 ആഴ്ചയിലധികമായി ജയിലിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്ക് ജാമ്യം. രാഹുലിന് ജാമ്യം അനുവദിച്ചത് പത്തനംതിട്ട സെഷൻസ് കോടതി. പരാതിക്കാരിയുമായി ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമെന്ന് പ്രതിഭാഗം. രാഹുലിനെതിരെ അതിജീവിതയുടെ സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിച്ചു. രാഹുൽ സ്ഥിരം കുറ്റവാളിയാണെന്നും മുൻകൂർ ജാമ്യം നൽകിയാൽ കേസ് അട്ടിമറിക്കപ്പെടുമെന്നും സത്യവാങ്മൂലത്തിൽ അതിജീവിത. വാർത്തകൾ വിശദമായി. വലതുപക്ഷ രാഷ്ട്രീയ നിരീക്ഷകനും TV അവതാരകനുമായ മാറ്റ് ഗോർഡൺ ആൻഡ് ഡെൽറ്റൺ ഉപതെരഞ്ഞെടുപ്പ് റിഫോം UK സ്ഥാനാർത്ഥിയായി മത്സരിക്കും. ഈ ഉപതെരഞ്ഞെടുപ്പ് കെയർ സ്റ്റാമർ ഭരണത്തിന്മേലുള്ള ഒരു റഫറണ്ടം ആയിരിക്കുമെന്ന് ഗ്രേറ്റർ മാഞ്ചസ്റ്റർ മേയർ ആൻഡി ബെൻഹാം മത്സരിക്കുന്നതിനെതിരെ പാർട്ടിയെ കൊണ്ട് തീരുമാനമെടുപ്പിക്കാൻ കെയർ സ്റ്റാമർ വിജയിച്ചതോടെ GB ന്യൂസ് അവതാരകന്റെ സാധ്യത ഏറെ വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. നികുതിയും തൊഴിലില്ലായ്മയും എനർജി ബില്ലുകളും ജീവിത ചെലവുകളും വർദ്ധിച്ചു വരുന്ന രാജ്യത്ത് ക്രിമിനലുകൾക്ക് എതിരെ മൃദു സമീപനം സ്വീകരിക്കുക എന്നത് ഒരു പതിവായി മാറിയിരിക്കുകയാണ് എന്നും ഗുഡിൻ കുറ്റപ്പെടുത്തി. തെരഞ്ഞെടുപ്പുകൾ റദ്ദാക്കുന്നു, ജനാധിപത്യത്തെ മാറ്റിവെക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കഠിനാധ്വാനം ചെയ്യുന്ന, നികുതി നൽകുന്ന സാധാരണ പൗരന്മാർക്ക് കെയർ സ്റ്റാമർ ഭരണകൂടത്തിനെതിരെ അഭിപ്രായം രേഖപ്പെടുത്തുന്നതിനുള്ള നല്ലൊരു അവസരമാണ് ഇതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കെയർ സ്റ്റാമർ ഭരണകൂടത്തിനെതിരെയുള്ള ഒരു ഹിത പരിശോധന കൂടിയാണ്. ബെൻഹാം സ്ഥാനാർത്ഥിത്വത്തിനായി ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് അതുതന്നെ ലേബർ പാർട്ടിക്കുള്ളിലെ അന്തഃഛിദ്രത്തിന് തെളിവല്ലേ എന്നായിരുന്നു ഗുഡിന്റെ പ്രതികരണം. പ്രദേശത്തെ വോട്ടർമാരെ അവഗണിച്ച് സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി അവർ പോരാടുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. പരമ്പരാഗതമായി ലേബർ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നവരെ എങ്ങനെ മാറ്റി ചിന്തിപ്പിക്കാൻ കഴിയുമെന്ന ചോദ്യത്തിന് താൻ തന്നെ ലേബർ പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്ന വ്യക്തിയായിരുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. പ്രധാന കക്ഷികൾ ഭരണത്തിൽ ഇരുന്നപ്പോൾ നിയന്ത്രണമില്ലാതെ വലിയ തോതിലുള്ള കുടിയേറ്റം അനുവദിച്ചിരുന്നു എന്നും തന്നെ പോലെയുള്ള മറ്റുള്ളവർക്ക് മാറി ചിന്തിക്കാൻ ഇത് ഇടയാക്കിയേക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 2024 തെരഞ്ഞെടുപ്പിൽ 18,555 വോട്ട് നേടിയായിരുന്നു ലേബർ പാർട്ടി ഇവിടെ വിജയിച്ചത്. 2ാം സ്ഥാനത്ത് എത്തിയ റിഫോം UKക്ക് 5,142 വോട്ടുകൾ മാത്രമായിരുന്നു നേടാൻ ആയത്. ഗ്രീൻസ് ഇവിടെ 4,810 വോട്ടുകൾ നേടിയിരുന്നു. എന്നാൽ അതിനുശേഷം കാതലായ പല മാറ്റങ്ങളും ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിൽ സംഭവിച്ചു. ലേബർ സർക്കാരിന്റെ നികുതി വേട്ട ജനങ്ങളിൽ ഭരണവിരുദ്ധ മനോഭാവം ലക്ഷ്യമാക്കി. അടുത്തിടെ നടന്ന അഭിപ്രായ സർവേകളിൽ തന്നെ ലേബർ പാർട്ടി റിഫോം UKക്ക് പുറകിലായിരുന്നു.
ഇംഗ്ലണ്ടിലെ എല്ലാ വീടുകളെയും ബാധിക്കുന്ന ഡ്രൈവ് വേ നിയമങ്ങളിലെ മാറ്റങ്ങൾ പല വിധത്തിൽ ഡ്രൈവർമാർക്ക് പ്രതിവർഷം £1000 ലാഭിക്കാൻ സഹായിക്കും. 2025 ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് പോയിന്റുകളുമായി ബന്ധപ്പെട്ട ചുവപ്പുനാട നീക്കാൻ അധികൃതർ തീരുമാനിച്ചു. ഇത് ചാർജിംഗ് പോയിന്റുമായി സ്ഥാപിക്കുന്നതിന് കൂടുതൽ സുഗമമാക്കുമെന്ന് മാത്രമല്ല, ഇലക്ട്രിക് വാഹനങ്ങളിലേക്കുള്ള മാറ്റം ത്വരിതപ്പെടുത്തുകയും ചെയ്തു. അതുവഴി വാഹന ഉടമകൾക്ക് പ്രതിവർഷം £1100 വരെ ലാഭിക്കാൻ കഴിയുമെന്നാണ് ഗതാഗത വകുപ്പ് അവകാശപ്പെടുന്നത്. പേപ്പർ വർക്കുകൾ കാര്യമായി കുറഞ്ഞതോടെ ഡ്രൈവ് വേ ഉള്ള ഇലക്ട്രിക് വാഹന ഉടമകൾക്ക് സ്വകാര്യ ചാർജിംഗ് പോയിന്റുകൾ വീട്ടിൽ സ്ഥാപിക്കാൻ കഴിയും. ഒരു പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ കാറുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് പ്രതിവർഷം £1100 വരെ ലാഭിക്കാൻ സഹായിക്കുമെന്നും ഗതാഗത വകുപ്പ് വ്യക്തമാക്കുന്നു. വീട്ടുടമസ്ഥർക്ക് മാത്രമല്ല, വാടകയ്ക്ക് താമസിക്കുന്നവർക്കും സ്ട്രീറ്റ് പാർക്കിങ്ങോട് കൂടിയ ഫ്ളാറ്റിൽ താമസിക്കുന്നവർക്കും ഒരു ഹോം ചാർജിംഗ് പ്ലഗ് സ്ഥാപിക്കുന്നതിന് £350 വരെ ഓഫ് ലഭിക്കും. ഉയരുന്ന എനർജി ബില്ലിങ്ങുകളും ചാൻസലർ റിച്ചർഡ് റീവ്സിന്റെ എംപ്ലോയർ നാഷണൽ ഇൻഷുറൻസും ചേർന്നാണ് രാജ്യത്ത് ഭക്ഷ്യ വിലക്കയറ്റം സൃഷ്ടിക്കുന്നതെന്ന് റീറ്റെയിലർമാർ. ഉയർന്ന ചെലവുകൾ വഹിക്കാൻ സപ്ലയർമാരും സൂപ്പർ മാർക്കറ്റുകളും പെടാപ്പാടുപെടുമ്പോഴാണ് വിലക്കയറ്റം തിരിച്ചടിയാകുന്നത്. ഷോപ്പുകളിലെ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും വിലകളിൽ ജനുവരി മാസം 1.5% വർധനവ് രേഖപ്പെടുത്തിയായും ബ്രിട്ടീഷ് റീറ്റെയിൽ കൺസോർഷ്യം വ്യക്തമാക്കി. ഡിസംബറിൽ 0.7% വർധനവിൽ നിന്നുമാണ് ഈ കുതിച്ചുചാട്ടം. ഇക്കണോമിസ്റ്റുകൾ 0.7% വർധനവാണ് പ്രതീക്ഷിച്ചത്. ജനുവരിയിൽ ഭക്ഷ്യവിലകൾ വർഷത്തിൽ 3.9% വെച്ചാണ് കൂടിയത്. ഡിസംബറിൽ ഇത് 3.3% ഫ്രഷ് ഫുഡ് ഇൻഫ്ലേഷൻ ഈ കാലയളവിൽ 4.4% ഉയർന്നു. എനർജി ചെലവുകളും നാഷണൽ ഇൻഷുറൻസും ചേർന്നാണ് ഷോപ്പുകളിൽ വിലക്കയറ്റം സംഭാവന ചെയ്യുന്നതെന്ന് BRC ചീഫ് എക്സിക്യൂട്ടീവ് ഹെലൻ ഡീക്കിൻസ് വ്യക്തമാക്കി. മത്സ്യം, മാംസം, പഴങ്ങൾ എന്നിവയാണ് ഏറ്റവും ബാധിക്കപ്പെട്ടത്. സപ്ലൈ ദുർബലമാക്കുകയും ഡിമാൻഡ് ഉയരുകയും ചെയ്യുന്നുണ്ടെന്നും ഭക്ഷ്യേതര ഉൽപ്പന്നങ്ങളുടെ വില കൂടുകയാണെന്നും അവർ കൂട്ടിച്ചേർത്തു. UK-യിൽ 7 ലക്ഷത്തോളം ബിരുദധാരികൾ ജോലിയില്ലാതെ ക്ഷേമ ബെനിഫിറ്റുകളെ ആശ്രയിക്കുന്നതായി പഠന റിപ്പോർട്ട്. കൺസർവേറ്റീവ് MP സർ ഐൻ ഡങ്കൻ സ്മിത്ത് സ്ഥാപിച്ച സെന്റർ ഫോർ സോഷ്യൽ ജസ്റ്റിസ് നടത്തിയ പഠനത്തിൽ 2024 16 മുതൽ 64 വയസ്സ് വരെ 7.07 ലക്ഷത്തിലേറെ ബിരുദധാരികൾ സർക്കാർ ബെനിഫിറ്റുകൾ സ്വീകരിക്കുന്നതായി കണ്ടെത്തൽ. ഇത് 2019 46% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ 4 ലക്ഷം പേർ യൂണിവേഴ്സൽ ക്രെഡിറ്റ് സ്വീകരിക്കുന്നവരാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് ജോലി ചെയ്യാൻ കഴിയില്ലെന്ന് അറിയിച്ച ബിരുദധാരികളുടെ എണ്ണം 2.4 ലക്ഷമാണ്. 2019 ഇത് 1.7 ലക്ഷമായിരുന്നു. കോവിഡിന് ശേഷം ഇരട്ടിയിലേറെയായി. 30 വയസ്സിന് താഴെയുള്ള 1.1 ലക്ഷം ബിരുദധാരികൾ ജോലിയില്ലാതെ കുറഞ്ഞത് ഒരു ബെനിഫിറ്റെങ്കിലും സ്വീകരിക്കുന്നുണ്ട്. 2024 കണക്കിൽ ജോലി ചെയ്യാവുന്ന പ്രായത്തിലുള്ള ബിരുദധാരികളുടെ 88% പേർ തൊഴിൽ രംഗത്തുണ്ടായിരുന്നുവെന്നും ബിരുദമില്ലാത്തവരിൽ ഇത് 68% മാത്രമാണെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. വിദ്യാഭ്യാസ സംവിധാനം സർവകലാശാലയിലെ പഠനത്തിലേക്ക് മാത്രം കേന്ദ്രീകരിക്കപ്പെടുന്നത് ദോഷകരമാണ്. തൊഴിൽ പരിശീലനം വേണമെന്ന് സർ ഐൻ ഡങ്കൻ സ്മിത്ത് പറഞ്ഞു. യുവാക്കളെ തൊഴിൽ രംഗത്തേക്ക് എത്തിക്കാൻ £1.5 ബില്യൺ നിക്ഷേപം ഉണ്ടാകുമെന്നും ജോബ്സ് ഗ്യാരണ്ടി പദ്ധതിയിൽ കൂടുതൽ അവസരങ്ങൾ കൊണ്ടുവരുമെന്നും സർക്കാർ കൂട്ടിച്ചേർത്തു. കനത്ത പേമാരിയും ശക്തമായ കാറ്റും ചന്ദ്ര കൊടുങ്കാറ്റ് ആഞ്ഞു വീശിയതോടെ ബ്രിട്ടനിൽ പലയിടങ്ങളിലും വെള്ളപ്പൊക്കം. പല പ്രദേശങ്ങളിലും ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും അധികം മഴ ലഭിച്ചത് ജനുവരി ദിവസം കൂടിയായ ഇന്നലെ. മണിക്കൂറിൽ 80 മൈൽ വേഗതയിൽ കാറ്റും 80 മില്ലിമീറ്റർ മഴയും 20 സെന്റിമീറ്റർ മഞ്ഞുവീഴ്ചയും പ്രവചിച്ച മെറ്റ് ഓഫീസ് പലയിടങ്ങളിലും മഞ്ഞയും ആംബറുമായി 50ഓളം മുന്നറിയിപ്പുകളാണ് പുറപ്പെടുവിച്ചത്. ജനുവരി മാസത്തെ മഴയുടെ കാര്യത്തിൽ UK-യിൽ ചുരുങ്ങിയത് 6 പ്രദേശങ്ങളിലെങ്കിലും പുതിയ റെക്കോർഡ് നിലവിൽ വന്നു എന്നതാണ് കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ പറയുന്നത്. നോർത്തേൺ അയർലൻഡിലെ കേറ്റ്സ് ബ്രിഡ്ജിൽ 100.8 മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തി. ഡെവണിലെ ഡങ്സൽ, ഡോർസെറ്റിലെ ഹൺ, കോൺവാളിലെ കാർഡിംഗ്ഹാം, ഡെവണിലെ തന്നെ പ്ലിംത്ത്, ഹിയർഫോർഡേഷനിലെ ഷോപ്പ് ഡോൺ എന്നിവിടങ്ങളിലാണ് ജനുവരി മാസത്തെ മഴയുടെ കാര്യത്തിൽ റെക്കോർഡിട്ട് മറ്റ് പ്രദേശങ്ങൾ. വെള്ളപ്പൊക്കത്തിൽ കുടുങ്ങിപ്പോയ 25ഓളം വാഹനങ്ങളിൽ നിന്നായി ഡെവൺ അഗ്നിശമന സേനാ അംഗങ്ങൾ നിരവധി പേരെയാണ് രക്ഷിച്ചത്. ഒട്ടറി സെയിൻസ് മേരിക്കടുത്ത് ഒട്ടർ നദി ജലനിരപ്പ് റെക്കോർഡ് ഉയരത്തിലെത്തിയിട്ടുണ്ട്. അറ്റ്ലാന്റിക്കിൽ നിന്നുമുള്ള വെതർ സിസ്റ്റം UK-യെ ബാധിക്കാൻ തുടങ്ങിയതോടെ പെന്നൈൻസുലയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ സ്കോട്ടിഷ് മലനിരകളിലും മഞ്ഞുവീഴ്ച തുടരുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. അതിനിടയിൽ UK ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി വരുന്ന വെള്ളിയാഴ്ച വരെ പ്രാബല്യത്തിൽ ഉണ്ടാകുന്ന ഒരു മുന്നറിയിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. പ്രായമായവരും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്നവരും കൂടുതൽ കരുതലെടുക്കണമെന്നാണ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നത്. സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ പ്രവർത്തനങ്ങളെ പ്രതികൂല കാലാവസ്ഥ ബാധിക്കുമെന്നും നാഷണൽ റെയിൽവേ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതേസമയം M4-ലെ പ്രിൻസ് ഓഫ് വെയിൽസ് ബ്രിഡ്ജിന് മുകളിൽ കൂടിയിട്ടുള്ള ഗതാഗതം വഴിമാറ്റിവിട്ടിരുന്നു.
പലയിടങ്ങളിലും വെള്ളം പൊങ്ങിയതിനാൽ A14 ഗതാഗതം തടസ്സപ്പെട്ടു. ബോവ്സിനു സമീപം A67 മുതൽ ക്രൂംബയിലെ ബറോക്ക് സമീപമുള്ള A685 വരെ A66 അടച്ചിടുന്നു. നോർത്തേൺ അയർലൻഡിൽ മാത്രം 280 അധികം സ്കൂളുകൾ അടച്ചിട്ടു. ഡെവനിലെ 14 സ്കൂളുകൾ പ്രതികൂല കാലാവസ്ഥ മൂലം തുറന്നു പ്രവർത്തിച്ചില്ല. ഡോർസെറ്റിലെ ചില ഭാഗങ്ങൾ ഗുരുതരമായ മുന്നറിയിപ്പായിരുന്നു പരിസ്ഥിതി സംരക്ഷണ ഏജൻസി നൽകിയിരുന്നത്. അതുകൂടാതെ ഇംഗ്ലണ്ടിൽ മാത്രം 89 മുന്നറിയിപ്പുകളും 237 അലർട്ടുകളും നൽകിയിരുന്നു. വെയിൽസിൽ 18 അലർട്ടുകളും സ്കോട്ട്ലാൻഡിൽ 18 അലർട്ടുകളും നൽകിയിരുന്നു. വെയിൽസിൽ നിരവധി വീടുകൾ വെള്ളം കയറി. തെക്കു പടിഞ്ഞാറൻ ഇംഗ്ലണ്ടിലും വെയിൽസിലുമായി ഏറ്റവും ശക്തമായി കാറ്റടിച്ചത്. അമേരിക്കയിൽ ദുരിതം വിതച്ച് കനത്ത മഞ്ഞുവീഴ്ചയും ശീതക്കാറ്റും. അതിശൈത്യത്തെ തുടർന്ന് യുഎസിലെ വിവിധ ഭാഗങ്ങളിലായി ഇതുവരെ 20 പേരാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലായി ന്യൂയോർക്കിൽ മാത്രം 8 പേർ മരിച്ചു. വെള്ളിയാഴ്ച രാത്രിയാണ് 6 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശനിയാഴ്ചയും ഞായറാഴ്ചയും ഓരോ മരണങ്ങൾ വീതം റിപ്പോർട്ട് ചെയ്തു. അതേസമയം ഈ മരണങ്ങളിൽ അന്വേഷണം നടത്തിവരികയാണെന്നും അതിശൈത്യവുമായി ബന്ധപ്പെട്ടാണ് ഈ മരണങ്ങൾ സംഭവിച്ചതെന്നും ഇപ്പോൾ പറയാനാകില്ല എന്നാണ് ന്യൂയോർക്ക് പോലീസിന്റെ പ്രതികരണം. എന്നാൽ മരിച്ചവരിൽ പലരും ഭവനരഹിതരാണെന്നും പോലീസ് സ്ഥിരീകരിച്ചു. ന്യൂയോർക്കിലെ ഹഡ്സൺ വാലി, മാഞ്ചസ്റ്റർ, ഇലിനോയ്, മിസൗരി, ബോൺസ്റ്റൺ, ഒഹിയോ വാലി തുടങ്ങിയ മേഖലകളിൽ കനത്ത മഞ്ഞുവീഴ്ചയാണ് രേഖപ്പെടുത്തിയത്. മഞ്ഞുവീഴ്ച അവസാനിച്ചിട്ടില്ല എന്നും ഇന്നും 1 മുതൽ 5 ഇഞ്ച് വരെ മഞ്ഞുവീഴ്ച പ്രതീക്ഷിക്കുന്നതായും ഗവർണർ വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ യാത്രകൾ വെല്ലുവിളിയാണ് എന്നും കഴിയുമെങ്കിൽ എല്ലാവരും വീടുകളിൽ തന്നെ തുടരണമെന്നും ഗവർണർ അഭ്യർത്ഥിച്ചു. കനത്ത മഞ്ഞുവീഴ്ച കാരണം യുഎസിലെ 7 ലക്ഷത്തിലേറെ ഉപഭോക്താക്കൾക്ക് വൈദ്യുതി തടസ്സപ്പെട്ടതായാണ് റിപ്പോർട്ട്. ടെന്നീസിലാണ് വൈദ്യുതി തടസ്സം ഏറ്റവും കൂടുതൽ ബാധിച്ചത്. ടെന്നീസിയിൽ മാത്രം 2.47 ലക്ഷം ഉപഭോക്താക്കൾക്ക് വൈദ്യുതി തടസ്സപ്പെട്ടിട്ടുണ്ടെന്നും മിസിസിപ്പി, ടെക്സസ്, വിർജീനിയ തുടങ്ങിയ സംസ്ഥാനങ്ങളിലും സ്ഥിതി സമാനമാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. കനത്ത മഞ്ഞുവീഴ്ചയും ശീതക്കാറ്റും കാരണം 10,000-ലേറെ വിമാന സർവീസുകൾ യുഎസിൽ റദ്ദാക്കി. ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ടെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുഎസ് അയച്ച അർമാൻഡ് കണ്ട് ഇറാൻ ഭയന്നു എന്നാണ് ട്രംപിന്റെ അവകാശവാദം. ഇറാനുമായുള്ള സാഹചര്യം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇറാന് സമീപം അമേരിക്കയുടെ ഭീമൻ അർമാൻഡിയുണ്ട്. വെൻസുലയേക്കാൾ വലുത് നാവിക വ്യൂഹത്തെ അയച്ചതിന് പിന്നാലെ അവർ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. അവർ ഒരു കരാർ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് തനിക്കറിയാം. പലതവണ തന്നെ വിളിച്ചു. അവർക്ക് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. അമേരിക്കൻ മാധ്യമമായ ആക്സിയോസിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പശ്ചിമേഷ്യയിൽ യുഎസ് വ്യോമസേനയുടെ നേതൃത്വത്തിൽ വൻതോതിലുള്ള സൈനിക അഭ്യാസങ്ങൾ ട്രംപ് പ്രഖ്യാപിച്ചു. നാവികസേനയുടെ USS എബ്രഹാം ലിങ്കൻ കപ്പൽ പശ്ചിമേഷ്യയിലെത്തിയെന്ന് യുഎസ് സൈന്യം പറഞ്ഞതിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം. 5000-ലധികം നാവികർ, അത്യാധുനിക F-35 യുദ്ധവിമാനങ്ങൾ, ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകൾ എന്നിവ അടങ്ങുന്നതാണ് യുഎസ് അർമാഡ. കൂടാതെ മേഖലയിൽ അമേരിക്കൻ താവളങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കൂടുതൽ പാട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും വിന്യസിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാനെ പിന്തുണയുമായി UAEയും സൗദിയും രംഗത്തെത്തിയിരുന്നു. ഇറാനെതിരെ സൈനിക നീക്കങ്ങൾക്കായി സൗദി അറേബ്യയുടെ വ്യോമ അതിർത്തിയോ ഭൂപ്രദേശമോ ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്നും സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ വ്യക്തമാക്കി. ഇറാനെതിരെ സൈനിക നടപടികളോട് സഹകരിക്കില്ല എന്നും UAE വിദേശകാര്യ മന്ത്രാലയവും അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ സർക്കാർ ഏജൻസികളിലും സർവകലാശാലകളിലും ഉൾപ്പെടെ പുതിയ H-1B വിസ അപേക്ഷകൾ മരവിപ്പിക്കാൻ ഗവർണർ ഉത്തരവിട്ടു. അമേരിക്കക്കാർക്ക് ജോലി ലഭ്യത ഉറപ്പുവരുത്തുവാനും വിസ പദ്ധതിയിലെ ദുരുപയോഗം കണക്കിലെടുത്തുമാണ് പുതിയ H-1B വിസ അപേക്ഷകൾ മരവിപ്പിക്കാൻ റിപ്പബ്ലിക്കൻ ഗവർണറായ ഗ്രാറ്റ് ആബട്ട് നിർദ്ദേശം നൽകിയത്. 2027 മെയ് 31 വരെ ടെക്സസിൽ പുതിയ H-1B വിസ അപേക്ഷകൾക്കുള്ള നിയന്ത്രണം തുടരും. ഇനി മുതൽ ടെക്സസ് വർക്ക് ഫോഴ്സ് കമ്മീഷന്റെ രേഖാമൂലമുള്ള അനുമതിയില്ലാതെ സംസ്ഥാന ഏജൻസികൾക്കോ ഉന്നതതല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കോ പുതിയ H-1B അപേക്ഷകൾ നൽകാൻ കഴിയില്ല. ഫെഡറൽ H-1B വിസയുടെ ദുരുപയോഗത്തെക്കുറിച്ചുള്ള സമീപകാല റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും അമേരിക്കയിലെ ജോലികൾ അമേരിക്കക്കാർക്ക് ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുവാനുമാണ് പുതിയ H-1B വിസ അപേക്ഷകൾ മരവിപ്പിക്കാൻ ഉത്തരവിട്ടതെന്നും ഗവർണർ വ്യക്തമാക്കി. ഇതു സംബന്ധിച്ച് എല്ലാ സർക്കാർ ഏജൻസികൾക്ക് നിർദ്ദേശം നൽകിയതായും അദ്ദേഹം പറഞ്ഞു. യോഗ്യതയുള്ള അമേരിക്കൻ തൊഴിലാളികളെ നിയമിക്കാൻ ശ്രമിക്കാതെ വിദേശ തൊഴിലാളികളെ കുറഞ്ഞ ശമ്പളത്തിൽ നിയമിക്കുന്നതിനായി ചിലർ H-1B വിസ പദ്ധതി ദുരുപയോഗം ചെയ്യുന്നതായാണ് ഗവർണറുടെ ആരോപണം. ചില സന്ദർഭങ്ങളിൽ അമേരിക്കൻ തൊഴിലാളികളെ പിരിച്ചുവിട്ട് പകരം H-1B വിസയിലുള്ളവരെ നിയമിക്കുന്നതായും അദ്ദേഹം ആരോപിച്ചു. H-1B വിസ ഉപയോഗിക്കുന്ന എല്ലാ ഏജൻസികളും സർവകലാശാലകളും 2026 മാർച്ച് 27-നകം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനും ഗവർണർ നിർദ്ദേശിച്ചു. നിലവിലുള്ള വിസ ഉടമകളുടെ എണ്ണം, അവരുടെ രാജ്യം, അമേരിക്കക്കാരെ നിയമിക്കാൻ നടത്തിയ ശ്രമങ്ങൾ എന്നിവ ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തണമെന്നും നിർദ്ദേശമുണ്ട്. കുടിയേറ്റ നിയന്ത്രണത്തിന്റെ ഭാഗമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ വർഷം H-1B വിസയ്ക്കുള്ള ഫീസ് കുത്തനെ ഉയർത്തിയിരുന്നു. $1 ലക്ഷം ആക്കിയാണ് ഫീസ് ട്രംപ് വർദ്ധിപ്പിച്ചത്. ഇതിനെതിരെ 20-ലധികം സംസ്ഥാനങ്ങൾ കോടതിയെ സമീപിച്ചിരുന്നുവെങ്കിലും
ടെക്സസ് ഈ ഹർജിയിൽ കക്ഷി ചേർന്നിരുന്നില്ല. പ്രൊഫസർമാർ, ഗവേഷകർ, ഡോക്ടർമാർ തുടങ്ങിയ വൈദഗ്ധ്യമുള്ള തസ്തികകളിലേക്ക് പ്രാദേശിക ഉദ്യോഗാർത്ഥികളെ ലഭിക്കാത്ത സാഹചര്യത്തിൽ ടെക്സസിലെ സർവകലാശാലകളും മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രധാനമായും ആശ്രയിച്ചിരുന്നത് H-1B വിസ പദ്ധതിയായിരുന്നു. വർഷം തോറും 65,000ഓളം വിസകളാണ് അനുവദിച്ചിരുന്നത്. മിന്നസോട്ടയിൽ നടന്ന ടൗൺഹാൾ യോഗത്തിനിടെ US കോൺഗ്രസ് അംഗം ഇൽഹാൻ ഒമാറിന് നേരെ അജ്ഞാത ദ്രാവകം തളിച്ച സംഭവത്തിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. സിറിഞ്ച് ഉപയോഗിച്ചാണ് പ്രതി ദ്രാവകം തളിച്ചതെന്നും പോലീസ് സംഭവത്തിൽ വ്യക്തമാക്കുന്നു. 3ാം ഡിഗ്രി ആക്രമണ കുറ്റം ചുമത്തി ഇയാളെ ഹെനപ്പിൻ കൗണ്ടി ജയിലിൽ പ്രവേശിപ്പിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പ്രസംഗത്തിനിടെ അപ്രതീക്ഷിതമായി വേദിയിലേക്ക് ഓടിയെത്തിയ പ്രതി ഒമാറിനടുത്തേക്ക് ദ്രാവകം തളിച്ചതോടെയാണ് സംഭവം. ഉടൻ തന്നെ മിന്നിയാപോളിസ് ഇടപെട്ട് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. സംഭവത്തിൽ ഒമാറിന് പരിക്കുകളൊന്നുമില്ല എന്നും പിന്നീട് അവർ യോഗത്തിൽ സംസാരിക്കുന്നത് തുടരുകയാണ് എന്നും പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കി. തളിച്ച ദ്രാവകം ഏതാണെന്നതും അത് ഒമാറിന് നേരിട്ട് ബാധിച്ചോ എന്നതും വ്യക്തമല്ല. എന്നാൽ വേദിയിലെ മൈക്രോഫോണിലൂടെ ഒരു സ്റ്റാഫ് അംഗം അവർക്ക് മേൽ ദ്രാവകം തളിച്ചിട്ടുണ്ടെന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നതായി കേട്ടതായും സാക്ഷികൾ പറയുന്നു. സംഭവ സ്ഥലം പരിശോധിക്കാൻ സിറ്റി ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി. ആക്രമണത്തിന് പിന്നിലെ പ്രതികരിച്ച ഇൽഹാൻ ഒമാർ തനിക്ക് അസ്വസ്ഥതകളൊന്നുമില്ല എന്നും ഇത്തരം ഭീഷണികൾക്ക് വഴങ്ങില്ലെന്നും പറഞ്ഞു. ഞാൻ യുദ്ധം അതിജീവിച്ച ആളാണ്. ഭീഷണിയെയും ഭയപ്പെടുത്തലിനെയും ഞാൻ അതിജീവിക്കും. അതിന് ഞാൻ ശക്തയാണ്. അസ്വീകാര്യമായ അതിക്രമം എന്നാണ് US ക്യാപിറ്റൽ പോലീസ് ഇതിനെ വിശേഷിപ്പിച്ചത്. സ്ഥലത്തെ സുരക്ഷാ സംഘങ്ങളും പ്രാദേശിക നിയമപ്രവർത്തകർ ഏജൻസികളും അതിവേഗം ഇടപെട്ടതിൽ നന്ദിയുണ്ട്. ഇത്തരത്തിലുള്ള അക്രമങ്ങൾ സമൂഹത്തിൽ ആവർത്തിക്കാതിരിക്കാൻ പ്രതികൾക്കെതിരെ പരമാവധി കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. അക്രമികൾ ജയിക്കില്ല എന്ന നിലപാടോടെയാണ് ആക്രമണത്തിന് ശേഷവും ടൗൺഹാൾ യോഗം തുടരാൻ അവർ തീരുമാനിച്ചതെന്നും ഒമാറിന്റെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി. സംഭവത്തിൽ പരിക്കുകളൊന്നുമില്ല എന്ന് സ്ഥിരീകരിച്ച പോലീസ് അന്വേഷണം തുടരുകയാണ് എന്നും അറിയിച്ചു. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 126.60 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.15 യൂറോ. ഒരു US ഡോളർ 91.69 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 109.95 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.38 US ഡോളർ. ഒരു കനേഡിയൻ ഡോളർ 67.49 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. മഹാരാഷ്ട്ര ബരാമതിയിൽ വിമാന അപകടത്തിൽ ഉപമുഖ്യമന്ത്രി അജിത് പവാർ അടക്കം 5 പേർക്ക് ദാരുണാന്ത്യം. ബരാമതി വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ വിമാനം തകർന്നു വീണ് പൊട്ടിത്തെറിക്കുകയായിരുന്നു. അജിത് പവാർ ഉൾപ്പെടെ 5 പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. എല്ലാവരും മരിച്ചെന്നാണ് വിവരം. അജിത് പവാറും അജിത് പവാറിന്റെ സഹായി പിങ്കി മാലി, സുരക്ഷാ ഉദ്യോഗസ്ഥൻ വിദീപ് ജാദവ്, ക്യാപ്റ്റൻ സുമിത് കപൂർ, ക്യാപ്റ്റൻ സംഭവിത് പഥക് എന്നിവരാണ് മരിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപകടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ തേടി. പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി അമിത്ഷായും മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു. അപകട കാരണം കണ്ടെത്താൻ DGCA അന്വേഷണം തുടങ്ങി. സംഭവത്തിൽ മഹാരാഷ്ട്ര പോലീസ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അജിത് പവാറിന്റെ വിയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ അനുശോചിച്ചു. തങ്ങളുടെ നേതാവായിരുന്നു അജിത് പവാർ എന്നും മോദി എക്സിൽ കുറിച്ചു. കഠിനാധ്വാനിയായിരുന്ന നേതാവായിരുന്നു അജിത് പവാർ എന്നും അപകട വിവരം ഞെട്ടിച്ചു എന്നും മോദി കുറിച്ചു. അജിത് പവാറിന്റെ വിയോഗം നികത്താനാവാത്ത നഷ്ടമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു അനുശോചിച്ചു. അജിത് പവാറിന്റെ വിയോഗം ഹൃദയഭേദകമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അനുശോചിച്ചു. മഹാരാഷ്ട്രയിലെ ജനങ്ങളുടെ ക്ഷേമത്തിനായി സ്വയം സമർപ്പിച്ച നേതാവായിരുന്നു അജിത് പവാർ. വ്യക്തിപരമായും NDAക്ക് വലിയ നഷ്ടമാണ് ഉണ്ടായതെന്നും NDA അജിത് പവാറിന്റെ കുടുംബത്തോടൊപ്പം നിൽക്കുമെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും NCP നേതാവുമായ അജിത് പവാറിന്റെ മരണത്തിൽ ഞെട്ടലും അനുശോചനവും രേഖപ്പെടുത്തി പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. സംഭവത്തിൽ കൃത്യമായ അന്വേഷണം വേണമെന്നും അവർ ആവശ്യപ്പെട്ടു. സാമൂഹ്യ മാധ്യമമായ എക്സിലൂടെയായിരുന്നു മമതയുടെ പ്രതികരണം. അജിത് പവാറിന്റെ അപ്രതീക്ഷിത വിയോഗം ഞെട്ടലും ദുഃഖവും ഉണ്ടാക്കുന്നു. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ സഹയാത്രികരും ബാരാമതിയിൽ ഇന്ന് പുലർച്ചെയുണ്ടായ വിമാന ദുരന്തത്തിൽ മരിച്ചു. കടുത്ത നഷ്ടബോധം തോന്നുന്നുവെന്നും അജിത് പവാറിന്റെ കുടുംബത്തെയും അദ്ദേഹത്തിന്റെ പിതൃ സഹോദരൻ ശരത് പവാറിനെയും അജിത്തിന്റെ മുഴുവൻ സുഹൃത്തുക്കളെയും അനുയായികളെയും അനുശോചനം അറിയിക്കുന്നുവെന്നും ഈ സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്നും മമത ആവശ്യപ്പെട്ടു. പാർലമെന്റിന്റെ ബഡ്ജറ്റ് സമ്മേളനത്തിന് തുടക്കമായി. കേന്ദ്ര സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം. അഴിമതിരഹിത ഭരണം യാഥാർത്ഥ്യമാക്കിയ സർക്കാരെന്ന് ദ്രൗപദി മുർമു. 10 വർഷത്തിനിടെ രാജ്യത്തെ 25 കോടി ജനങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരായെന്നും അവകാശവാദം. 4 കോടി വീടുകൾ നിർമ്മിച്ചു നൽകി. 12.5 കോടി ജനങ്ങൾ കുടിവെള്ളം ലഭിച്ചു. ഇന്ന് രാജ്യത്തെ എല്ലാ ഗ്രാമങ്ങളിലേക്കും റോഡുകൾ എത്തിച്ചു. 10 കോടിയിലധികം പേർക്ക് LPG കണക്ഷൻ ലഭിച്ചു. ഇന്ന് 100-ലധികം രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്നും ഇലക്ട്രിക് വാഹനങ്ങൾ കയറ്റുമതി ചെയ്യുന്നു. അഴിമതിയും കോഴയും ഇല്ലാത്ത ഭരണം സൃഷ്ടിക്കുന്നതിൽ സർക്കാർ വിജയിച്ചു. രാജ്യത്തെ ഓരോ രൂപയും ജനങ്ങളുടെ വികസനത്തിനായി വിനിയോഗിക്കുന്നു. ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ 3ാമത്തെ മെട്രോ നെറ്റ്വർക്കായി മാറി.
ഇന്ത്യ അന്താരാഷ്ട്ര സാങ്കേതിക സംവിധാനങ്ങൾ ഉൾപ്പെടുന്ന അന്താരാഷ്ട്ര പ്രകാശ നിലയം നിർമ്മിക്കാനുള്ള യാത്രയിലാണെന്നും രാഷ്ട്രപതി പറഞ്ഞു. ഇതിനിടെ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനുമായി സ്വതന്ത്ര വ്യാപാര കരാറിനെ കുറിച്ച് രാഷ്ട്രപതി പരാമർശിച്ചു. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറിയെന്നും കരാർ ഒപ്പുവെച്ചത് രാഷ്ട്രപതി ആശംസകൾ അറിയിച്ചു. അതേസമയം ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തിരികെ കൊണ്ടുവരണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനിടെ രണ്ടാം തവണയാണ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി വിഷയത്തിൽ പ്രതിപക്ഷം ബഹളം വയ്ക്കുന്നത്. രാഷ്ട്രപതിയുടെ പ്രസംഗം ആരംഭിച്ച ഉടൻ തന്നെ പ്രതിപക്ഷം വിഷയം ഉന്നയിച്ചിരുന്നു. മൂന്നാം ബലാത്സംഗ കേസിൽ ജയിലിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്ക് ജാമ്യം. പത്തനംതിട്ട സെഷൻസ് കോടതി രാഹുലിന് ജാമ്യം അനുവദിച്ചത്. 2 ആഴ്ചയിലധികമായി ജയിലിൽ കഴിയുകയായിരുന്ന രാഹുൽ പരാതിക്കാരിയുമായി ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമെന്ന് സ്ഥാപിക്കാനായിരുന്നു പ്രതിഭാഗത്തിന്റെ ശ്രമം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയ ആദ്യ ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ ബെഞ്ചാണ് ഹർജി വിശദമായി വാദം കേൾക്കുക. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് പ്രോസിക്യൂഷന്റെ റിപ്പോർട്ട് നൽകിയിരുന്നു. രാഹുലിനെതിരെ അതിജീവിതയുടെ സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിച്ചിരുന്നു. രാഹുൽ സ്ഥിരം കുറ്റവാളിയാണെന്നും മുൻകൂർ ജാമ്യം നൽകിയാൽ കേസ് അട്ടിമറിക്കപ്പെടുമെന്നാണ് സത്യവാങ്മൂലത്തിൽ അതിജീവിത ഉന്നയിക്കുന്ന പ്രധാന വാദം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ അടക്കം 10ഓളം പേരെ രാഹുൽ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ട് എന്നും അതിജീവിത സത്യവാങ്മൂലത്തിൽ ആരോപിച്ചു. SIT രജിസ്റ്റർ ചെയ്ത ആദ്യ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ നേരത്തെ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളിയതിനെ തുടർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചത്. 2025 സാമ്പത്തിക അവലോകന റിപ്പോർട്ട് നിയമസഭയിൽ 2024-25 വർഷം ഉയർന്ന വളർച്ചയെന്ന റിപ്പോർട്ടിൽ വ്യക്തമാക്കി. GSDP 6.19% വളർന്നു. കേരളം ഉയർന്ന GSDP ഉള്ള ഇന്ത്യയിലെ 10 സംസ്ഥാനങ്ങളിൽ ഒന്നായി. ധനക്കമ്മി കൂടി 3.02% നിന്നും 3.86%. റവന്യൂ കമ്മിയും കൂടി 1.69% നിന്നും 2.49%. തനത് വരുമാനം 2.7% കൂടി. തനത് നികുതി വരുമാനം 3.1% കൂടി. റവന്യൂ ചെലവും മൂലധന ചെലവും കൂടി. റവന്യൂ ചെലവിന്റെ വളർച്ച 0.5% നിന്നും 9.3%. മൂലധന ചെലവ് 0.48% നിന്നും 8.96% ഉയർന്നു. നാളെയാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബഡ്ജറ്റ്. ബഡ്ജറ്റിന് മുന്നോടിയായാണ് സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയെക്കുറിച്ചുള്ള സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ധനമന്ത്രി ഇന്ന് മേശപ്പുറത്ത് വെച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബഡ്ജറ്റിൽ കയ്യടി നേടുന്ന പ്രഖ്യാപനങ്ങൾക്ക് സാധ്യതയുണ്ട്. ഇത്തവണ ക്ഷേമ ബഡ്ജറ്റ് ആയിരിക്കുമെന്ന സൂചനയാണ് ധനമന്ത്രി KN ബാലഗോപാൽ നൽകുന്നത്. വികസനത്തിനും ക്ഷേമത്തിനുമാണ് ബഡ്ജറ്റിൽ മുൻഗണന എന്നും KN ബാലഗോപാൽ വ്യക്തമാക്കി. 5 വർഷത്തിനിടെ ഉണ്ടായത് ആശാവഹമായ മാറ്റമാണെന്നും കടമെടുപ്പ് നിരക്കിൽ കാര്യമായ കുറവൊന്നും ഉണ്ടായിട്ടില്ല എന്നും മന്ത്രി പറഞ്ഞു. സർക്കാർ ജീവനക്കാരോട് ബഡ്ജറ്റ് നീതികേട് കാണിക്കില്ലെന്നും ആനുകൂല്യങ്ങൾ നൽകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടിയെ വ്യക്തി അധിക്ഷേപം നടത്തിയ പരാമർശത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ നിയമസഭയിൽ അവകാശ ലംഘനത്തിന് നോട്ടീസ്. മന്ത്രിയെ പൊതുമധ്യത്തിൽ അപമാനിച്ചതിൽ നടപടി വേണമെന്നാണ് ആവശ്യം. CPM MLA V. ജോയിയാണ് പരാതി നൽകിയത്. മന്ത്രിയെ വ്യക്തിപരമായി അധിക്ഷേപിച്ച പ്രതിപക്ഷ നേതാവ് നടത്തിയ ചില പരാമർശങ്ങളാണ് നോട്ടീസിന് ആധാരം. നിയമസഭയിൽ ഡെസ്കിന് മുകളിൽ കയറി നിന്ന ഒരാളാണ് പ്രതിപക്ഷത്തിന് ക്ലാസ് എടുക്കാൻ വരുന്നു എന്നതായിരുന്നു സതീശന്റെ പരിഹാസം. എക്സൈസ് വകുപ്പായിരുന്നുവെങ്കിൽ ബോധമില്ല എന്ന് പറയാമായിരുന്നു. വിദ്യാഭ്യാസ മന്ത്രിസ്ഥാനത്ത് ഇരിക്കാൻ ശിവൻകുട്ടി യോഗ്യനല്ല. നിയമസഭയിൽ അണ്ടർവെയർ പുറത്ത് കാണിച്ച് ഡെസ്കിന് മുകളിൽ കയറി നിന്ന് അസംബന്ധം മുഴുവൻ പറഞ്ഞ ഒരുത്തനാണ് പ്രതിപക്ഷത്ത് ക്ലാസ് എടുക്കാൻ വരുന്നത്. സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്യണമെന്ന V. ശിവൻകുട്ടി നിയമസഭയിലെ പ്രസംഗം ഇത്രയും വിവരദോഷികളെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മന്ത്രിസഭ കേരളത്തിൽ ചരിത്രത്തിലില്ല എന്നായിരുന്നു സതീശന്റെ വാക്കുകൾ. പരാമർശത്തിനെതിരെ വലിയ വിമർശനമുയർന്നു. ഇനി സ്പോർട്സ്. ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പര സ്വന്തമാക്കി ഇംഗ്ലണ്ട്. 3ാം ഏകദിനത്തിൽ 53 റൺസിന്റെ വിജയം സ്വന്തമാക്കിയതോടെയാണ് ഇംഗ്ലണ്ട് പരമ്പര പിടിച്ചെടുത്തത്. ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് 50 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 357 റൺസ് എന്ന സ്കോർ നേടിയപ്പോൾ ശ്രീലങ്ക 46.4 ഓവറിൽ 304 എന്ന റൺസിന് പുറത്തായി. ഇതോടെ പരമ്പര ഇംഗ്ലണ്ട് 2-1 സ്വന്തമാക്കി. ഇംഗ്ലണ്ടിന് വേണ്ടി ക്യാപ്റ്റൻ ഹാരി ബ്രൂക്കറും ജോ റൂട്ടും വെടിക്കെട്ട് സെഞ്ചുറികൾ അടിച്ചെടുത്തു. ഇംഗ്ലണ്ടിന് വേണ്ടി ഹാരി ബ്രൂക്കർ 66 പന്തിൽ 136 റൺസ് നേടി. 9 സിക്സ് 11 4 മടങ്ങുന്നതായിരുന്നു ഇന്നിംഗ്സ്. ജോ റൂട്ട് 111 റൺസുമായി ബ്രൂക്കിനൊപ്പം പുറത്താകാതെയും നിന്നു. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ശ്രീലങ്കയ്ക്ക് വേണ്ടി പവൻ രത്നായിക്ക് സെഞ്ചുറി നേടിയെങ്കിലും ഇംഗ്ലണ്ടിന്റെ റൺമാല താണ്ടാനായില്ല. 121 റൺസുമായി ടോപ്പ് സ്കോറർ ആയപ്പോൾ 25 പന്തിൽ 50 റൺസ് നേടിയ പദം നിസ്സംഗയാണ് മറ്റൊരു പ്രധാന സ്കോറർ. ഇംഗ്ലണ്ടിന് വേണ്ടി ജാമി ഓവർട്ടൺ, ലിയാം ഡോൺസൺ, വിൽ ജാക്സൺ, ആദിൽ റഷീദ് എന്നിവർ 2 വീതം വിക്കറ്റ് വീഴ്ത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ബ്രിട്ടനിൽ മാറ്റ് ഗോർഡോൺ ആൻഡ് ഡൽറ്റൺ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. വലതുപക്ഷ രാഷ്ട്രീയ നിരീക്ഷകനും TV അവതാരകനുമായ മാറ്റ് ഗൂട്ടൺ മത്സരിക്കുന്നത് റിഫോം UK സ്ഥാനാർത്ഥിയായി. ഉപതെരഞ്ഞെടുപ്പ് കെയർ സ്റ്റാമറിന്റെ ഭരണത്തിന്മേലുള്ള ഒരു റഫറണ്ടം ആയിരിക്കുമെന്നും ഗൂട്ടൺ. ലേബർ സർക്കാരിന്റെ നികുതി വേട്ട ജനങ്ങളിൽ ഭരണവിരുദ്ധ മനോഭാവം ശക്തമാക്കുമെന്നും റിഫോം UK സ്ഥാനാർത്ഥി ഗൂട്ടൺ. ഇംഗ്ലണ്ടിലെ ഡ്രൈവ് വേ നിയമങ്ങളിൽ മാറ്റം വരുന്നു. ഇലക്ട്രിക് വെഹിക്കിൾ ചാർജ് പോയിന്റുകളുമായി ബന്ധപ്പെട്ട തടസ്സം സർക്കാർ നീക്കം ചെയ്യും. ചാർജിംഗ് പോയിന്റുകൾ സ്ഥാപിക്കുന്നത് കൂടുതൽ സുഗമമാക്കും. ഇലക്ട്രിക് വാഹന ഉടമകൾക്ക് സ്വകാര്യ ചാർജിംഗ് പോയിന്റുകൾ വീട്ടിൽ സ്ഥാപിക്കാനുള്ള സംവിധാനം ഒരുങ്ങും. പുതിയ ഡ്രൈവ് വേ നിയമങ്ങളിലെ മാറ്റങ്ങൾ വാഹന ഉടമകൾക്ക് പ്രതിവർഷം £1100 വരെ നേടാൻ സാധിക്കും. UK-യിലെ ഭക്ഷ്യവിലക്കയറ്റം സൃഷ്ടിക്കുന്നത് ഉയരുന്ന എനർജി ബില്ലുകളും ചാൻസലർ റേച്ചൽ റീവ്സിന്റെ എംപ്ലോയ്മെന്റും നാഷണൽ ഇൻഷുറൻസും ചേർന്നാണ് റീറ്റെയിലർമാർ. രാജ്യത്ത് ഉൽപ്പന്നങ്ങളുടെ വിലകൾ ജനുവരി മാസം 1.5% വർധനവ് രേഖപ്പെടുത്തിയായ ബ്രിട്ടൻ റീറ്റെയിൽ കൺസോർഷ്യം. വിലക്കയറ്റം തിരിച്ചടിയാകുന്നത് സപ്ലൈമാർക്കും സൂപ്പർ മാർക്കറ്റുകൾക്കും. മത്സ്യം, മാംസം, പഴങ്ങൾ എന്നിവയ്ക്കാണ് വില വർധനവ് ഏറെ ബാധിച്ചത്. ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. US അയച്ച അമേരിക്കൻ കണ്ട് ഇറാൻ ഭയന്നുവെന്നും ട്രംപിന്റെ അവകാശവാദം. പശ്ചിമേഷ്യൻ US വ്യോമസേനയുടെ നേതൃത്വത്തിൽ വൻതോതിലുള്ള സൈനിക അഭ്യാസങ്ങൾ. അമേരിക്കയുടെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും ഇറാൻ. US സർക്കാർ ഏജൻസികളിലെയും സർവകലാശാലകളിലും ഉൾപ്പെട്ട പുതിയ H-1B വിസ അപേക്ഷകൾ മരവിപ്പിക്കാൻ ഉത്തരവുമായി ഗവർണർ ഗ്രേഗ് ആർബട്ട്. വിസയിലെ പുതിയ നീക്കം അമേരിക്കൻ ജോലി ലഭ്യത ഉറപ്പുവരുത്തുവാനും വിസ പദ്ധതിയിലെ ദുരുപയോഗം തടയുവാനും. 2027 മെയ് 31 വരെ ടെക്സാസിലെ പുതിയ H-1B വിസ അപേക്ഷകൾക്കുള്ള നിയന്ത്രണം തുടരും. മഹാരാഷ്ട്ര ബരാമതിയിലെ വിമാന അപകടത്തിൽ ഉപമുഖ്യമന്ത്രി അജിത് പവാർ അടക്കം 5 പേർക്ക് ദാരുണാന്ത്യം. വിമാനം തകർന്നു വീണത് ബരാമതി വിമാനത്താവളത്തിലെ ലാൻഡിംഗ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ. അജിത് പവാറിന്റെ മരണത്തിൽ ഞെട്ടലും അനുശോചനവും രേഖപ്പെടുത്തി പ്രമുഖർ. സംഭവത്തിൽ കൃത്യമായ അന്വേഷണം വേണമെന്ന് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. പാർലമെന്റിന്റെ ബഡ്ജറ്റ് സമ്മേളനത്തിന് തുടക്കം. കേന്ദ്ര സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം. അഴിമതിരഹിത ഭരണം യാഥാർത്ഥ്യമാക്കിയ സർക്കാരെന്ന് ദ്രൗപദി മുർമു. 10 വർഷത്തിനിടെ രാജ്യത്തെ 25 കോടി ജനങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരായെന്നും 4 കോടി വീടുകൾ നിർമ്മിച്ചു നൽകിയെന്നും 12.5 കോടി ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിച്ചുവെന്നും കേന്ദ്ര സർക്കാരിന്റെ അവകാശവാദം. 3ാം ബലാത്സംഗ കേസിൽ 2 ആഴ്ചയിലധികമായി ജയിലിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്ക് ജാമ്യം. രാഹുലിന് ജാമ്യം അനുവദിച്ചത് പത്തനംതിട്ട സെഷൻസ് കോടതി. പരാതിക്കാരിയുമായി ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമെന്ന് പ്രതിഭാഗം. രാഹുലിനെതിരെ അതിജീവിതയുടെ സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിച്ചു. രാഹുൽ സ്ഥിരം കുറ്റവാളിയാണെന്നും മുൻകൂർ ജാമ്യം നൽകിയാൽ കേസ് അട്ടിമറിക്കപ്പെടുമെന്നും സത്യവാങ്മൂലത്തിൽ അതിജീവിത. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.